നമ്മളുടെ ഭാര്യഭർത്ത ജീവിതത്തിൽ ഇത് ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് സോഷ്യൽ മാനാണ്, അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു ഉൾപ്പില്ലാണ്ട് ആളുകൾ നമുക്ക് പറയാണ് എന്റെ ഭാര്യ നല്ല ഭംഗിയുള്ള, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാർ മാത്രമാണോ? എടുത്തു നോക്കാൻ നമ്മൾ പല വ്ളോഗുകളും എന്താ ചെയ്യുന്നത്, ഒരു ലജ്ജയില്ലാണ്ട് ഓന്റെ ഭാര്യ എന്ത് ചെയ്യാണ്, നല്ല അണിയിച്ചൊരുക്കി ഓന്റെ ചെലവിന്റെ പൈസ തന്നെ തിന്നുന്ന വരുന്നത് യൂട്യൂബിന്റെ വരുമാനത്തിൽ നിന്നാണ്. സ്വന്തം ഭാര്യ ഒരു ഉളുപ്പില്ലാണ്ട് ആളുകൾക്ക് മുമ്പിൽ കാഴ്ച വസ്തുവാക്കിയിട്ട് തിന്നാണ്, ഒരു ഉളുപ്പില്ലാണ്ട്. അങ്ങനെ തന്നെ പറയണം. ലജ്ജയില്ലാണ്ട് ആളുകൾക്ക് മുന്നിൽ കാഴ്ച വസ്തുവാക്കിയിട്ട് എന്താ ചെയ്യുന്നത്, എന്ത് ചെയ്യാണ്, ഭക്ഷിക്കാണ്. ഇവന്റെ ഉദ്യോഗം എന്താ, ആളുകൾക്ക് മുമ്പിൽ ഭാര്യ ഇങ്ങനെ കാഴ്ച വെക്കാന്നുള്ളത്. ലജ്ജയില്ലാത്ത വർഗം. ഏറ്റവും മനോഹരമായ സ്വഭാവങ്ങൾപ്പെട്ട സ്വഭാവമാണ് എന്ത്, ഗൈറത്ത് എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് നമുക്ക് അവരാതി ബോധിപ്പിക്കാനുള്ളത്. ലജ്ജ സ്ത്രീകളിൽ നിന്ന് ഊരിയെടുക്കപ്പെട്ട ഒരു കാര്യത്താണിത്. ആണുങ്ങളിൽ നിന്ന് ഗൈറത്ത് എന്ന് പറയുന്ന ആ ഒരു നല്ല സ്വഭാവം ഇല്ലാതായിരിക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. പല ആളുകളും അവരെന്ത് ചെയ്യാണ്, ഭാര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നീ ഇന്ന് ഇട്ടത് ശരിയായിട്ടില്ല, ഇതിലേക്ക് ചേരുന്നില്ല, നീ കുറച്ചുകൂടി നല്ലത്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഭർത്താവ് എന്ന് പറയുന്നവരാ പറഞ്ഞു കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കണം. കാലഘട്ടത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കണം. ദീനുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ഈ രൂപത്തിലുള്ള തോന്നിയാസങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കണ്ണുകൂട്ടിയിരിക്കാൻ പാടില്ല. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം പല ആളുകളും നമ്മുടെ സ്ത്രീകളെ നോക്കിയിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭംഗിയുള്ള രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുന്നവൻ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് ആരെങ്കിലും ധാരണ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചില വലമാത്ര പറഞ്ഞതായി കാണാം, ഒരു സ്ത്രീ ഒരു ദിവസം പുരുഷനെ ജീവിച്ചാണെങ്കിൽ അവൾ പിന്നീട് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങിയെന്ന്, ഒരു ഡ്രസ്സിന്റെ മേലെ മറ്റൊരു ഡ്രസ്സിട്ട് അങ്ങനെ ഇറങ്ങിയെന്ന്. കാരണം ആണുങ്ങൾ എങ്ങനെ നോക്കുന്നുള്ളത് ആർക്കേ അറിയുള്ളൂ, ആണുങ്ങൾക്കേ അറിയുള്ളൂ. ഇത് ആരും നിഷേധിച്ചാലും എത്ര ഞാൻ പുരോഗമനവാദിയാണെന്ന് പറഞ്ഞാലും, ഞാൻ ഏറ്റവും വലിയ എന്താണ് പുരോഗമനത്തിന്റെ ഏറ്റവും ഹൈ ടോപ്പിലാണുള്ള ആളെന്ന് പറഞ്ഞാലും ശരി, ഒരാണാണ് ഞാൻ, ഒരു പെണ്ണുമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശേഷം ഇവിടെ വളരെ മനോഹരമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം.